സാറിന് 25 വയസ്സ് തികയുന്ന സമയത്താണ് ദാഹിക്കുന്ന പാനപാത്രം എന്ന 45 കവിതകളുടെ സമാഹാരം വരുന്നത്. അന്ന് നിരൂപകൻ എന്നുള്ള നിലയിൽ ഇരുത്തം വന്ന സർവരും ആദരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠനായ മുണ്ടശ്ശേരി മാഷാണ് അതിന് പ്രൗഢമായിട്ടുള്ള അവതാരിക എഴുതിയിട്ടുള്ളത്. ആ അവതാരികയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു നിരീക്ഷണം പിന്നീട് ചരിത്രമായിട്ട് മാറി. ഒരു ആയുസിൻ്റെ സർഗകർമ്മം പൂർത്തീകരിച്ചിട്ട് ആയുസിൻ്റെ ജോലി പൂർത്തീകരിച്ചിട്ട് മറ്റൊരു ആയുസിൻ്റെ പണിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു വലിയ സർഗപ്രതിഭയുടെ തലയ്ക്ക് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രശംസയായിരുന്നു അത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ചങ്ങമ്പുഴയുടെ ശൈലിയുടെ വലിയൊരു സ്വാധീനം അന്നത്തെ എഴുത്തുകാരെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറയാറുള്ളത് കലശലായ സ്വാധീനം എന്നാണ്. ആ ശൈലിയിൽ നിന്നുള്ള ഒരു കുതറിമാറൽ, എന്നാൽ അതിൻ്റെ നന്മകളും അതിൻ്റെ പരിമളവുമൊക്കെ ഉൾക്കൊള്ളാനുള്ള സർഗസിദ്ധി, ഇതെല്ലാം സാറിൻ്റെ തലമുറയ്ക്ക് അതിൽ ഏറ്റവും കൂടുതൽ സാറിൽ പ്രകടമായിരുന്നു. അതിനുശേഷമുള്ള സാറിൻ്റെ വളർച്ചയിലെ ഈ കരുതൽ, അതിൻ്റെ പ്രചോദനവും അതിൻ്റെ രസതന്ത്രവും സാറിന് വിശദീകരിക്കാൻ കഴിയും. ഒരു കവി എന്ന തരത്തിൽ ഈ വളർച്ചയ്ക്ക് വളരെയധികം ഞാൻ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നിർണായകമായ പങ്ക് വഹിച്ച എൻ്റെ അനൗപചാരിക ഗുരു എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് മുണ്ടശ്ശേരി മാഷയാണ്. ഒരു വിത്തിനകത്തുനിന്ന് ഒരു മുള പൊട്ടി മേലോട്ട് വരുന്നതിന് ഇങ്ങനെ സന്നദ്ധമായിരിക്കുമ്പോൾ ഒരു ഇടിവെട്ടുണ്ടാകുമെന്നും ഇടിവെട്ട് കേട്ടുമ്പോൾ വിത്ത് തനിയെ ഞെട്ടിപ്പിളർന്ന് അങ്ങനെയാണ് ഇത് കിളിർക്കുന്നതെന്നൊക്കെ ഈ പഴയൊരു കവി വിശ്വാസമുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് മുണ്ടശ്ശേരി മാഷങ്ങൾ ഇങ്ങനെ ഗർജിക്കുന്ന ആളുമാണ്, മേഘഗർജനമാണ്. കൈ രണ്ടും മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നുള്ള മേഘഗർജനം അത് പിന്നീട് ആരിൽ നിന്നും കേട്ടിട്ടില്ല. ഗർജനങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ അർത്ഥവത്തായ ഗർജനം മാഷിൽ നിന്നതുപോലെ പിന്നെ സാഹിത്യത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള മാഷ് എനിക്ക് ഞാൻ ആദ്യം അയച്ചു കൊടുത്ത മംഗളോദയത്തിൽ അയച്ചു കൊടുത്ത കവിത ഒരു പേജിൽ മുഴുവനായി പ്രസിദ്ധീകരിക്കുകയും നിങ്ങളുടെ കവിത ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇനിയും എഴുതണം, ഇത്രയേ ഉള്ളൂ. എം എന്ന് ചെറിയ അക്ഷരം, ജെ എന്ന് വലിയൊരക്ഷരം, ഒരു കാർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ കിട്ടുന്നു. അന്നത്തെ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചുള്ള. അപ്പോൾ എന്നിട്ടും ഇത് ഞാനെടുത്ത് പലരെയും കാണിക്കുമ്പോൾ ഇത് ഞാൻ എഴുതിയതാണോ എന്തൊക്കെയുള്ള രീതിയിലാണ് ചില കൂട്ടുകാർ കുസൃതികൾ ഇങ്ങനെ താൻ എഴുതിയത് തന്നെയാണോ ഈ അയച്ചു കൊടുത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മാഷ് ഇത് ഓർത്തിരിക്കുന്നു, അതാണ്. മേലേ കിഴക്കേ മാനത്തെന്തോരു ചേലായി കാണുന്ന വെള്ളിമല, പൊട്ടിച്ചിരിക്കുമ പഞ്ചാരമണൽ തിട്ടകളാരുടെ കൈവേല, കണ്ണൊന്നടച്ചു തുറക്കും മുമ്പാരോ കൊന്ന പൂക്കൾ വിരിച്ചല്ല, ഒന്നൊന്നായിട്ട് 1000 ഇതളൊന്നിച്ചു മഞ്ഞപ്പട്ടുപോലെ, താഴെ നാരെ വലിച്ചുയർത്തുന്നൊരു താമരനാരു കൊരുത്തവല, തങ്ങിക്കുരുങ്ങിക്കിടക്കുന്നതെന്തേ പൊങ്ങി വരുന്നൊരു പൊൻചക്രം, മേലേ കിഴക്കേ മാനത്തെന്തോരു ചേലായി കാണുന്ന വെള്ളിമല, പൊട്ടിച്ചിരിക്കുമ പഞ്ചാരമണൽ തിട്ടകളാരുടെ കൈവേല. ഈ കവിതയുടെ മേലേ കിഴക്കേ മാനത്തെന്തൊരു ചേലായി കാണുന്ന വെള്ളിമല, കണ്ണന്നടച്ച് തുറക്കും മുമ്പാരോ സ്വർണ്ണപ്പൂക്കൾ വിരിച്ചല്ല, ഒന്നൊന്നായിട്ട് 1000 ഇതൾ ഒന്നിച്ച് മഞ്ഞപ്പട്ടുപോലെ എന്നൊക്കെ പറഞ്ഞ് ഒരു പുലർകാലത്തിൻ്റെ ശോഭ വർണ്ണിക്കുകയാണ് ഒരു നാട്ടുംപുറത്തുകാരൻ കൃഷിക്കാരൻ്റെ മനസ്സിലൂടെ. അതെ. എന്നിട്ട് അവസാനം അയാൾ പറയുകയാണ്, പിന്നെ ഇത് ഈ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ സമയമില്ല, പോണം വേലയ്ക്ക് നേരത്തെ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അപ്പോൾ ഈ സൗന്ദര്യം ആസ്വദിക്കാനൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല
എന്ന ഒരു നൂൽ, ഒരു ചിന്ത അതിൻ്റെ കീഴിലുണ്ട്. കാരണം നമുക്ക് പണി ചെയ്യാൻ പോകണം, അവിടെ എന്ത് സൗന്ദര്യാസ്വാദനം എന്ന അവൻ്റെ ഒരു നേരിയ ഒരു ദുഃഖം അതിനകത്തുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് അതെ, പിന്നെ എന്തോ വന്നതാണ്. അപ്പോൾ എനിക്ക് Nice to എൻ്റെ go before അതെ I ഈ sleep. ചവറയിലെ അനുഭവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരായുസ്സിൻ്റെ പണി എന്ന് പറയുന്നത് ഒരായുഷ്കാലം കൊണ്ട് തന്നെ മാറ്റിയെടുക്കേണ്ടതാണ് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച്, കാവ്യ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഈ പുതിയ കാഴ്ചപ്പാട്. അത് ഇയാൾ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് കണ്ടതിലുള്ള സന്തോഷം.